everyone, good evening. Welcome back to Xylem Learning. അരുണിമ മിസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യവുമായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം നാളത്തെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള 12 ചാപ്റ്ററുകളിൽ നിന്ന് ഓരോ ഭാഗങ്ങളും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. നിങ്ങൾ അതിന്റെ മാരത്തോണുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് വീഡിയോ ആണ് ഇന്നുള്ളത്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ഭാഗത്താണ് ഈ ചോദ്യം വരുന്നത്. എവിടെയാണ് നമ്മൾ ഈ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പഠിക്കുന്നത്? നമ്മുടെ ചാപ്റ്റർ ആയിട്ടുള്ള കല്ലായി കാറ്റായി ആസ് സ്റ്റോൺ ആസ് വിൻഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ അഥവാ അവസ്ഥാമാറ്റം. എന്താ പറയാ നമ്മള്? അവസ്ഥാമാറ്റം. അപ്പൊ പദാർത്ഥത്തിന്റെ അവസ്ഥകളെ കുറിച്ചല്ലേ നമ്മൾ പറയുന്നത്. യെസ്, പദാർത്ഥത്തിന് പ്രധാനമായിട്ടും എത്ര അവസ്ഥകളുണ്ട് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പദാർത്ഥത്തിന്റെ ഏതൊക്കെ അവസ്ഥകളെ കുറിച്ചാണ് ടീച്ചർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് വേഗം പറഞ്ഞ്. ഏതൊക്കെയാണ്? ഖരാവസ്ഥയെക്കുറിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ദ്രാവകാവസ്ഥയെക്കുറിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, വാതകാവസ്ഥയെക്കുറിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലെ. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളെ കുറിച്ചാണ് പഠിച്ചത്. 4ാമതായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് പ്ലാസ്മയാണ്. നമ്മൾ LSS എക്സാമിന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളോട് ചോദിക്കും ഈ 3 അവസ്ഥകളും എങ്ങനെയാണ് ജലം മാറി മാറി വരുന്നത് എന്ന്. അപ്പൊ അതെങ്ങനെ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും? അതിനാണ് ഈ ഒരു ഡയഗ്രാം ഇവിടെ നൽകിയിരിക്കുന്നത് അല്ലെ. നോക്കിക്കേ നിങ്ങൾ, വെള്ളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നിത്യജീവിതത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് വെള്ളം എന്ന് പറയുന്നത്. അപ്പൊ വെള്ളത്തിന്റെ 3 അവസ്ഥകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാ? അത് ഖരാവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് ഐസായി മാറുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, കൃത്യമായിട്ടുള്ള ആകൃതി ഐസിനുണ്ട്. നമ്മൾ ഏത് പാത്രത്തിലാണോ വെക്കുന്നത് ആ ആകൃതി ആയിരിക്കും ഐസിനുണ്ടാവുക. കൃത്യമായിട്ടുള്ള ഷേപ്പ് ഉണ്ട്, കൃത്യമായിട്ടുള്ള സൈസ് ഉണ്ട്, എല്ലാം ഐസിനുണ്ട്. എന്നാൽ ഈ ഐസിനെ നമ്മളൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? വാട്ടർ ആയിട്ട് മാറും. അതായത് ദ്രാവകം, ലിക്വിഡ് ആയിട്ട് മാറും. ലിക്വിഡ്സിന്റെ പ്രത്യേകത എന്താ? ഖരാവസ്ഥയിൽ അതിന് കൃത്യമായിട്ടുള്ള ആകൃതി ഉണ്ടായിരുന്നു. എന്നാൽ ദ്രാവകാവസ്ഥയിൽ ഇപ്പോൾ കൃത്യമായ ആകൃതി ഉണ്ടോ? ഒരിക്കലും ഇല്ല. അത് ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് ആ അവസ്ഥയിലേക്കാണ് പോകുന്നത് അല്ലെ. അതായത് ഏത് നമ്മളിപ്പോൾ എടുക്കുന്നത് ഒരു ചതുരാകൃതിയിലുള്ള പാത്രത്തിലാണെങ്കിൽ വെള്ളം ചതുരാകൃതിയിലും, റൗണ്ട് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ എടുക്കുന്നെങ്കിൽ വെള്ളം റൗണ്ട് ആയിട്ടായിരിക്കും ഇരിക്കുക. ഇനി 3ാമതാണ് ഗ്യാസ് അഥവാ നീരാവി, സ്റ്റീം, വേപ്പർ എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. എപ്പോഴാണ് നമുക്ക് നീരാവിയെ കിട്ടുന്നത്? വെള്ളം നമ്മൾ ചൂടാക്കണം അല്ലെ. വെള്ളം നമ്മൾ ഗ്യാസിൽ വെച്ച് ചൂടാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നീരാവിയെ കാണുന്നത്. വെള്ളം വെറുതെ വെച്ച് നീരാവി ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളത്തെ ചൂടാക്കണം അല്ലെ. അതായത് താപനിലയിൽ വ്യത്യാസം വരുത്തണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നീരാവി ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി നമുക്ക് നീരാവിയെ എന്ത് ചെയ്യണം? തണുപ്പിക്കണം എന്ന് വിചാരിച്ചോ. നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോ അല്ലെ? നല്ല പതപോന്ന ചായയൊക്കെ നമ്മൾ മൂടി വെച്ച് കഴിഞ്ഞാൽ ആ മൂടി വെച്ച സാധനത്തിന് പുറത്ത് വെള്ളത്തുള്ളികൾ ഇങ്ങനെ ഉറ്റി നിൽക്കുന്നുണ്ടാവും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? നോക്കിക്കേ നിങ്ങൾ, നീരാവി തണുക്കുകയാണ് അല്ലെ, കൂളിംഗ് ആണ്. കൂളിംഗ് നടക്കുമ്പോൾ എന്തായിട്ട് മാറുന്നത്? യെസ്, വാട്ടർ ആയിട്ട് മാറുന്നു. എഗെയിൻ കൂൾ ചെയ്തു, നമ്മൾ വീണ്ടും തണുപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിലെടുത്ത കേസ് ഓർത്താൽ മതി. ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ അല്ലെ അതെന്തായിട്ട് മാറും? ഖരമാകും അല്ലെ. ഖരമാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, അതിന് വീണ്ടും എന്ത് വന്നടാ? ഷേപ്പ് വന്നു അല്ലെ. ഷേപ്പ് വന്നു. അപ്പൊ ഇതൊരിങ്ങനെ ഒരു സൈക്കിള് പോലെയാണ് നടക്കുന്നത് അല്ലെ. ആദ്യം ഖരമാവും, പിന്നെ ദ്രാവകമാവും, വാതകമാവും, നേരെ തിരിച്ചു. അപ്പൊ ഇതെങ്ങനെ ചോദിച്ചാലും കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. ഏതിനാണ് കൃത്യമായിട്ടുള്ള ആകൃതി എന്ന് ചോദിച്ചാൽ അത് ഖരവസ്തുവിനാണ്, സോളിഡ് മെറ്റീരിയൽസിനാണ് അല്ലെ. ദ്രാവകത്തിന് എന്തില്ല? കൃത്യമായിട്ടുള്ള ആകൃതിയോ ഷേപ്പോ ഒന്നും ഇല്ല എന്നുള്ളതും ഓർത്തു വെക്കുക. വ്യാപിക്കാനുള്ള കഴിവ് ആർക്കാണ്ടാവുക? ഗ്യാസസിനാണ് വ്യാപിക്കാനുള്ള കഴിവുള്ളത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കാം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.